പെട്ടെന്നൊരു സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. ഈ സാമ്പാറിനെ തേങ്ങ വറുത്തരച്ച് ചേർക്കുന്നൊന്നുമില്ല, പക്ഷേ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായ പരിപ്പും തക്കാളി മഞ്ഞളും ഉപ്പും കായവും ചേർത്ത് വേവിക്കുക. ഈ കായം ഒരു കഷ്ണം കായിട്ടാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ കായപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത്രയും ചേർത്ത് നന്നായി വേവിച്ചെടുക്കുക. വേവിച്ചെടുത്ത പരിപ്പിലേക്ക് സാമ്പാറിലേക്ക് ആവശ്യമായ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇവിടെ എല്ലാ തരം കഷ്ണങ്ങളും ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. എല്ലാ കഷ്ണങ്ങളും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഞാൻ അവിടെ ഒരു വിസിലിട്ട് കൊടുക്കുമ്പോൾ നന്നായി കഷ്ണങ്ങളും വെന്ത് വരുന്നുണ്ട്. വെന്തതിന് ശേഷം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കുക. കുതിർത്ത് വെച്ച പുളി പിഴിഞ്ഞെടുത്ത വെള്ളം കഷ്ണം വെന്തയിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം കേട്ടോ. മുഴുവൻ മല്ലി, കടലപ്പരിപ്പ്, ചെറുപയർ പരിപ്പ്, ഉലുവ, ചെറിയ ജീരകം, ഉഴുന്ന്, കറിവേപ്പില, വെളുത്തുള്ളി, സവോള അല്ലെങ്കിൽ ചെറിയുള്ളി ഇത്രയും ചേർക്കുക. പിന്നെ തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു 1.5 സ്പൂൺ മുളക് പൊടിയും കായപ്പൊടിയും ചേർത്ത് ഇളക്കിയതിന് ശേഷം നന്നായി അരച്ചെടുത്ത് സാമ്പാറിലേക്ക് ചേർത്ത് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഇളച്ച് വറ്റി വരുമ്പോൾ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്രേറ്റ് ചെയ്ത് ഒരു ശകലം ഇഞ്ചി, പിന്നെ മല്ലിയില ആവശ്യത്തിലേറെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് കടുക് വറുക്കാം. കടുക് വറുക്കുമ്പോഴും ഞാൻ കുറച്ച് ചെറിയ ജീരകം ഇവിടെ കടുകിൻ്റെ ഒപ്പം ഇടുന്നുണ്ട്. അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നന്നായി കുറുകി വന്ന സാമ്പാറിലേക്ക് കടുക് വറുത്തിട്ടതിന് ശേഷം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ചോറിന്, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിൽ